നേര്യമംഗലത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ വയോധിക മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. കളക്ടറെത്താതെ പോസ്റ്റ്മോർട്ടം അനുവദിക്കില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. പോലീസുമായി സഹകരിക്കില്ലെന്ന് അറിയിച്ച കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ മൃതദേഹം മോർച്ചറിൽ നിന്ന് ബലമായി പുറത്തേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ മൃതദേഹവുമായി അവിടെയുള്ളവർ പ്രതിഷേധിക്കുകയാണ്. എസ് ശ്രീകാന്ത്, രാഹുൽ വിജയൻ തുടങ്ങിയവർ നമ്മൾക്ക് വിവരങ്ങളുമായി നമ്മുടെ പ്രതിനിധികൾ ചേരുന്നു. ആദ്യം ശ്രീകാന്തിലേക്കാണ്. ശ്രീകാന്ത്, മണിക്കൂറുകളായി തുടരുന്ന പ്രതിഷേധം സ്വാഭാവികമായും അന്നം തേടി പുറത്തിറങ്ങുന്നവർക്ക് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെടേണ്ടി വരുമെന്ന സംശയത്തിൽ ജീവിക്കേണ്ടി വരുന്ന ജനതയുടെ പൊതുവികാരം. ഇപ്പോൾ പ്രതിഷേധം എന്തൊക്കെ ആവശ്യങ്ങൾ ഉയർത്തിയാണ്? പ്രധാനമായും ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ എന്താണ്? മൃതദേഹം ഇപ്പോഴും അവിടെ തന്നെയുണ്ടോ? ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും മൃതദേഹം നിലവിൽ ഇപ്പോഴും മൃതദേഹം ഇവിടെ തുടരുകയാണ്, കോതമംഗലത്ത് തുടരുകയാണ്. പ്രതിഷേധം ഇപ്പോഴും മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു സൈഡിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും അവർ നിലയുറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രതിഷേധത്തിന് ഇനിയും അയവ് വന്നിട്ടില്ല. മന്ത്രിയോ അല്ലെങ്കിൽ കളക്ടറോ നേരിട്ടെത്താതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പൊതുജനങ്ങൾ, ഈ പ്രതിഷേധക്കാർ പറയുന്നത്. തൽക്കാലം അതുവരെയും ഈ പ്രതിഷേധവുമായി മുന്നോട്ട് തന്നെ പോകും. മന്ത്രി വരണം, അല്ലെങ്കിൽ ജില്ലാ കളക്ടർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരെത്തണം, ഇതാണ് ആവശ്യം. അല്പസമയം മുമ്പ് CCF ഇവിടേക്ക് എത്തും എന്നറിയിച്ചിരുന്നു. അദ്ദേഹം ഒരു പക്ഷേ അല്പസമയത്തിനകം ഇവിടേക്ക് എത്തിച്ചേരും. മൃതദേഹം ഇപ്പോഴും കോതമംഗലം ടൗണിൽ നടു റോഡിൽ ഇപ്പോഴും പ്രതിഷേധക്കാരുടെ കൈവശം തന്നെയാണ്. ഈ മൃതദേഹവുമായുള്ള പ്രതിഷേധം ഇപ്പോഴും തുടരുന്നുണ്ട്. പോലീസിന്റെ ഭാഗത്തുനിന്നും ഇടപെടൽ തൽക്കാലം ഇല്ല. പോലീസ് സംയമനം പാലിക്കുകയാണ്. പോലീസിന്റെ ഭാഗത്തുനിന്നും സംയമനം പാലിക്കുന്നത് ഒരു വൈകാരിക വിഷയം എന്ന രീതിയിൽ കൂടി കണ്ടുകൊണ്ടാണ്. കാരണം പൊതുജനങ്ങളെ വല്ലാതെ ബാധിക്കുന്ന വിഷയം തന്നെയാണിത്. നിരവധി തവണ കാട്ടാന ഈ മേഖലയിൽ ഇറങ്ങി വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഒരു സ്ഥിതിക്ക് ഇതിന് പരിഹാരം കാണേണ്ടതുണ്ട് എന്ന് ഒരു പക്ഷേ പോലീസിനും കൃത്യമായ ബോധ്യം ഉണ്ടാകണം. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും കടുത്ത നടപടിയിലേക്ക് ഇപ്പോഴും കടന്നിട്ടില്ല. നിലവിൽ ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും മൃതദേഹവുമായുള്ള പ്രതിഷേധം ഒരു വശത്ത് തുടരുന്നു, ഒരു വശത്ത് പോലീസ് സർവ്വസജ്ജരായി നിൽക്കുന്നു. പോസ്റ്റ്മോർട്ടം നടപടികളോ അതോടൊപ്പം തന്നെ ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ളവയോ ഇനിയും നടന്നിട്ടില്ല. ഒരു പക്ഷേ അതിനുള്ള തയ്യാറെടുപ്പുകളിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട് പോലീസ്. അവർക്ക് മുകളിൽ നിന്നുള്ള നിർദ്ദേശമനുസരിച്ച് നടപടിയിലേക്ക് കടന്നേക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും. നേരത്തെ നമ്മൾ ആ അപകടം നടന്ന സ്ഥലത്ത് നിന്നുള്ള ചില ആളുകളുമായി സംസാരിച്ചിരുന്നു. അവർ പറഞ്ഞത് അവിടെ ഏതാണ്ട് ഒരു 5 പഞ്ചായത്തിൽ ഈ കാട്ടാന ശല്യം അതിരൂക്ഷമാണ്. പല തവണ പോലീസിനോട് ഈ വിഷയം, വനംവകുപ്പിനോട് ഈ വിഷയം ബോധിപ്പിച്ചതാണ്. പക്ഷേ ഉദ്യോഗസ്ഥർ കാര്യമായി ഇടപെടുന്നില്ല എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ഇന്ന് മരിച്ച ഇന്ദിരയുടെ ഭർത്താവ് അദ്ദേഹം പറഞ്ഞ കാര്യവും കൃത്യമായി അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ഒരു കാര്യവും നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു നീക്കമുണ്ടാകുന്നു എന്നാണ് കരുതുന്നത്. ശ്രീകാന്ത് പറഞ്ഞതുപോലെ തന്നെ സ്വാഭാവികമായി ചെയ്യേണ്ട നടപടിക്രമങ്ങൾ, ഇൻക്വസ്റ്റ്, പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങളെല്ലാം മുടങ്ങിയിരിക്കുകയാണ്. ജനങ്ങൾ സ്വാഭാവികമായി വൈകാരിക പ്രതിഷേധം, അവരുടെ ജീവൻ നഷ്ടപ്പെടുമോ എന്ന ആശങ്ക, അവരുടെ ജീവിക്കേണ്ടി വരുന്ന ഈ വളരെ ദുസ്സഹമായ സാഹചര്യം, ഇവയൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ആത്മവൈകാരികമായ പ്രതിഷേധങ്ങൾ അവിടെ ഉണ്ടാകും. എന്നിരുന്നാലും ശ്രീകാന്ത്, ഈ സ്വാഭാവിക നടപടിക്രമങ്ങളെ പിന്നോട്ടടിക്കുന്ന ഈ പ്രതിഷേധത്തെ എങ്ങനെ അനുനയത്തിലേക്ക് കൊണ്ടുവരാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഞാൻ കേരളത്തിൻ്റെ പൊതുസമൂഹം ഒരു കാര്യം മനസ്സിലാക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണുന്നത്. അതായത് ഈ വിഷയമുണ്ടായി ഇത്രയും സമയമായി, ഇത്രയും സംഘർഷം ഇവിടെ നടന്നു. സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിൽ ഞാൻ വനം മന്ത്രിയായിട്ട് സംസാരിച്ചു. വനം മന്ത്രിക്ക് വരാൻ കഴിയാത്ത അവസ്ഥയിൽ ഉന്നത ഉദ്യോഗസ്ഥരെയോ കളക്ടറെ അടക്കം അയക്കാമെന്ന് പറഞ്ഞു. നിങ്ങൾ ഈ കേരളം അറിയേണ്ട ഒരു കാര്യം, കളക്ടർ ഇപ്പോൾ വന്ന് ഹോസ്പിറ്റലിൻ്റെ അവിടെ ഇത് സംസാരിക്കാൻ വേണ്ടി കളക്ടറും DFOയും വന്നിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ പ്രപ്പോസ് ചെയ്ത കാര്യമെന്ന് പറയുന്നത് ഈ ഡെഡ് ബോഡിയോടുള്ള ഒരു ബഹുമാനാർത്ഥം ഈ പന്തലിൽ സംസാരിച്ച് വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു അപ്രോപ്രിയേറ്റ് ആയിരിക്കില്ല. തീർച്ചയായിട്ടും അതൊരു ശരിയായ രീതിയല്ല. കാരണം ഡെഡ് ബോഡിയുടെ അടുക്കൽ വന്നിരുന്ന് സംസാരിക്കുന്നതെന്ന് കളക്ടർ ഒരു ചെറിയ വിയോജിപ്പ് അദ്ദേഹം പറഞ്ഞപ്പോൾ, എന്നാൽ ഞാനും MP യും ഞങ്ങൾ രണ്ടുപേരാണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾ ജനപ്രതിനിധികളടക്കം PWD റെസ്റ്റ് ഹൗസിൽ വന്ന് ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ ഭാഗം കേൾക്കാനും സർക്കാർ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് കേട്ട് ജനങ്ങളോട് പറയാനും തയ്യാറാണ് എന്ന് പറഞ്ഞു. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ CPMന്റെ ഈഗോ, അതായത് ഈ വിഷയത്തിൽ, ഈ സമരത്തിൽ
കളക്ടർ വന്ന് ചർച്ച നടത്തി ഈ കാര്യത്തിന് പരിഹാരം ഉണ്ടാകരുത് എന്നുള്ളതുകൊണ്ട് കളക്ടറെ അവർ മോർച്ചറിയുടെ അവിടെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. കളക്ടർ ഇങ്ങോട്ടോ അല്ലെങ്കിൽ ഞങ്ങളുമായി സംസാരിക്കാൻ PWD ഓഫീസിലോ വരാം. ഈ പാർട്ടിയുടെ ധാർഷ്ട്യം, ഈ പാർട്ടിയുടെ ധിക്കാരം, ഈ പാർട്ടിയുടെ അഹങ്കാരം എത്ര വലുതാണെന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം. ഒരു ഡെഡ് ബോഡിയുമായി ഇത് കോൺഗ്രസിന്റെ സമരമല്ല, ഇത് UDFന്റെ സമരമല്ല, ഇത് ജനങ്ങളുടെ സമരമാണ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നല്ലേ? ഇവിടെ പോലും ഈ പാർട്ടിയുടെ ഈഗോ, ഒരുപക്ഷെ ഏതാനും മിനിറ്റുകൾക്കകം പോലീസ് ആക്ഷൻ ഉണ്ടായേക്കാം, പോലീസ് ബലമായി ബോഡി റിക്കവർ ചെയ്തേക്കാം. അതെല്ലാം ചെയ്യുന്നത് CPM എന്ന പാർട്ടിയുടെ ഈഗോയ്ക്ക് വേണ്ടിയാണ്. അവരുടെ അഹങ്കാരവും അവരുടെ ധിക്കാരവും അവരുടെ ധാർഷ്ട്യവും കൊണ്ടാണെന്ന് കേരളത്തിലെ പൊതുസമൂഹം അറിയണം. ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് മാറ്റാതെ, ഞങ്ങൾ ചർച്ച ചെയ്ത് ഈ കാര്യത്തിന് പരിഹാരം ഉണ്ടാക്കാതെ ബോഡി വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. ഞാനും MP-യും DCC പ്രസിഡന്റും അടക്കമുള്ള MLA അടക്കമുള്ളവർ ഈ വേദിയിലുണ്ട്. ഇവർക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത്? ഈ സർക്കാരിന് ഭ്രാന്ത് പിടിച്ചതുപോലെയാണ് പെരുമാറുന്നത്. ഒരു വീട്ടമ്മ കാലത്തെ വീട്ടിൽ നിന്ന് പോയിട്ട് അവരെ ഒരു ആന ചവിട്ടിക്കൊന്ന് ഈ ഇത്രയും വൈകാരികമായി നിൽക്കുമ്പോൾ CPM എന്ന പാർട്ടിയുടെ ഈഗോയ്ക്ക് വേണ്ടി ഈ ഡെഡ് ബോഡി വെച്ച് ഇവിടെ പോലീസ് ലാത്തിചാർജ് നടത്തുകയാണെങ്കിൽ അത് നടത്തട്ടെ. അതല്ലാതെ ഞാനിത് ചെയ്യാൻ നിർബന്ധിതരായത് ഇതുകൊണ്ടാണെന്ന് കേരളത്തിന്റെ പൊതുസമൂഹം അറിയണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വലിയ വലിയ സംഘർഷം, പോലീസ് നടപടിയിലെ കാര്യങ്ങൾ നീങ്ങുന്നുവെന്ന് മനസ്സിലാക്കുന്നത് എന്താണ് ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത്? വലിയ വലിയ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നിൽക്കുന്ന, പിടിച്ചു മാറ്റുന്ന ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. ഇതാ പോലീസിന്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായിരിക്കുന്നു. പോലീസ് കടുത്ത നടപടിയിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇത്രയും നേരം സംയമനത്തോടുകൂടി പോലീസിന്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായെങ്കിൽ ഇപ്പോൾ പോലീസ് കടുത്ത നടപടിയിലേക്ക് കടന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടൽ, പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും നടക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ കാണാൻ സാധിക്കും. ഈ പ്രതിഷേധ സ്ഥലത്ത്, ഈ മൃതദേഹം വെച്ചുള്ള പ്രതിഷേധത്തിന് മുന്നിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന ദൃശ്യങ്ങളാണ് ഈ കാണാൻ സാധിക്കുന്നത്. ഇത്രയും നേരം സംയമനത്തോടെ കാര്യങ്ങൾ മുന്നോട്ട് പോയെങ്കിൽ ഇപ്പോൾ പ്രതിഷേധം അക്രമത്തിലേക്ക് കടന്നിരിക്കുന്നു. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നു പോലീസ്. ആ ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. പോലീസ് പ്രവർത്തകരെ ഓരോരുത്തരെയായി അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നു. പ്രവർത്തകരുടെ ഈ അറസ്റ്റിനെ പ്രതിരോധിക്കാൻ മൃതദേഹം വീണ്ടെടുക്കുന്നത് തടയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പോലീസിന്റെ ഭാഗത്തു നിന്നും കടുത്ത നടപടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. രാവിലെ ഭർത്താവിന് കൃഷിയിടത്തിലേക്ക് ഭക്ഷണവുമായി പോയ വീട്ടമ്മ ഇന്ദിര മരിച്ച കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ദിരയിൽ അവരുടെ പ്രതിഷേധം അവിടെ കലക്കുകയാണ്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനോ ഇൻക്വസ്റ്റിനോ വിട്ടുകൊടുക്കാതെ അവിടെ ന്യായമായ ആവശ്യങ്ങൾക്ക് പരിഹാരം കാണണമെന്ന ആവശ്യം ഉയർത്തിക്കൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം ഏറെ നേരത്തെ ആത്മസംയമനത്തിന് ശേഷം പോലീസ് ഇടപെടുന്നു. ആ പ്രതിഷേധത്തിലേക്ക് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം കോതമംഗലത്ത് തുടരുകയാണ്. മൃതദേഹം ഇൻക്വസ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു, പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടിയിരിക്കുന്നു. സ്വാഭാവിക നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ പോലീസ് പ്രവർത്തകരെ അവിടെ നിന്ന് നീക്കാൻ അറസ്റ്റ് നടപടിയിലേക്ക് കടക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്.
ശ്രീകാന്ത്, കാര്യങ്ങൾ കുറച്ചുകൂടി വഷളാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ ടെന്റ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ പൊളിച്ചു നീക്കുന്നതായി കാണുന്നു. ഇപ്പോൾ എന്താണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ഈ മൃതദേഹം വെച്ചിരുന്ന ആ ടെന്റിന് തൊട്ടു മുന്നിലെ ടെന്റ് പോലീസ് എടുത്ത് കളഞ്ഞിരിക്കുന്നു. അതായത് പ്രവർത്തകരെ ഓരോരുത്തരെയായി നീക്കി മൃതദേഹം വീണ്ടെടുത്ത് ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് പോകാനാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ഇപ്പോൾ നീക്കം നടക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ കയ്യാങ്കളി തന്നെയാണ്, അക്ഷരാർത്ഥത്തിൽ സംഘർഷം തന്നെയാണ് നടക്കുന്നത്. ഓരോരുത്തരെയായി അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. ഓരോരുത്തരെയായി പോലീസ് ഇതിനു മുന്നിൽ നിന്നും പ്രതിഷേധിക്കുന്നവരെ കസ്റ്റഡിയിലെടുത്ത് നീക്കുകയാണ്. ലാത്തിചാർജിലേക്കോ മറ്റ് നടപടികളിലേക്കോ പോയിട്ടില്ല. നേരെ മറിച്ച് പോലീസിന്റെ ഭാഗത്തുനിന്നും ബലപ്രയോഗത്തിലൂടെ ഇവരെ ഒഴിപ്പിക്കുന്ന ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ബലപ്രയോഗത്തിലൂടെ ഓരോരുത്തരെയായി ഒഴിപ്പിക്കുകയാണ്. ഇവിടെ ഈ മൃതദേഹവുമായി പ്രതിഷേധിച്ചു കൊണ്ടിരുന്ന ഓരോരുത്തരെയും ബലപ്രയോഗത്തിലൂടെ ഒഴിപ്പിക്കുന്ന ദൃശ്യങ്ങൾ, ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഈ കാണുന്ന നിലവിലിപ്പോൾ ഒരു പ്രവർത്തകനെ പോലീസ് ബലപ്രയോഗത്തിലൂടെ വലിച്ചെടുത്തു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. രാവിലെ മുതൽ ഏതാണ്ട് 9 മണി മുതൽ തുടങ്ങിയ പ്രതിഷേധമാണ്. 9 മണി മുതൽ തുടങ്ങിയ പ്രതിഷേധമാണ്. 9 മണിക്ക് തുടങ്ങിയ പ്രതിഷേധമാണ്. ആ പ്രതിഷേധത്തിനൊടുവിൽ ഓരോരുത്തരെയായി പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് നീക്കുന്നു. ഈ നഗരത്തിൽ ഇതാ ഇപ്പോൾ ആ മൃതദേഹം ഇരുന്ന ടെന്റ് പോലീസ് ഇപ്പോൾ പൊളിച്ച് നീക്കിയിരിക്കുന്നു. മൃതദേഹം ഇരുന്ന ടെന്റ് പോലീസ് പൊളിച്ച് നീക്കിയിരിക്കുന്നു. നിലവിൽ ഓരോരുത്തരെയായി ഏതാണ്ടൊരു 5 മണിക്കൂർ നീണ്ടുനിന്ന പ്രതിഷേധം, 5 മണിക്കൂർ നീണ്ടുനിന്ന സംഘർഷം, പോലീസ് ബലപ്രയോഗത്തിലൂടെ പ്രതിഷേധക്കാരെ നീക്കം ചെയ്യുന്നു. ആ ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. ഇത്രയധികം നേരം, ഏതാണ്ട് 5 മണിക്കൂറിലേറെ നേരം പോലീസ് സംയമനം പാലിച്ചു. കോതമംഗലം നഗരത്തിൽ ഈ ടെന്റിട്ട് ഈ മൃതദേഹവുമായി പ്രതിഷേധിച്ച ആളുകളെ ഓരോരുത്തരെയായി അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ബലപ്രയോഗത്തിലൂടെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നുണ്ട്. ഒരു ടെന്റ് ഇവിടെ നിർമ്മിച്ചിരുന്നു. ആ 2 ടെന്റും പോലീസ് ഇപ്പോൾ പൊളിച്ച് നീക്കിയിരിക്കുന്നു. 2 ടെന്റ് പൊളിച്ചു നീക്കി. മൃതദേഹം വെച്ചിരുന്ന 3ാമത്തെ ടെന്റ് അതിപ്പോൾ പൊളിച്ചു നീക്കുകയാണ് പോലീസ്. പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ നേതാക്കളെ കൂടി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീക്കുന്ന ദൃശ്യങ്ങൾ പോലീസ് ഇപ്പോൾ പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് നീക്കം ചെയ്യുന്ന ദൃശ്യങ്ങൾ കാണാം. ബലപ്രയോഗത്തിലൂടി വാഹനങ്ങളിലേക്ക് കയറ്റുകയാണ്. ഈ മൃതദേഹം ഇരിക്കുന്ന ടെന്റ് അത് പൊളിച്ചു നീക്കാൻ ഇപ്പോഴും പ്രവർത്തകർ അനുവദിക്കുന്നില്ല. കോൺഗ്രസിന്റെ മാത്യു കുഴൽനാടൻ, ഷിയാസ് അടക്കമുള്ളവർ, ജില്ലാ DCC അധ്യക്ഷൻ അടക്കമുള്ളവർ എത്തിച്ചേർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ MLA മാർ കൂടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ കോതമംഗലത്ത് പ്രതിഷേധം അത് മൂർച്ഛിക്കുകയാണ്. പോലീസുമായി നേരിയ സംഘർഷമുണ്ടായി. പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് നീക്കുകയാണ്. മൃതദേഹവുമായി പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകരെ, പ്രതിഷേധക്കാരെ ഓരോരുത്തരെ കസ്റ്റഡിയിലെടുത്ത് നീക്കി. അവിടെ രംഗം ശാന്തമാക്കാൻ ശ്രമമാണ് പോലീസ് തുടരുന്നത്. ഈ മൃതദേഹത്തോടനുബന്ധിച്ചു കെട്ടിയ 2 ടെന്റുകൾ പൊളിച്ചിട്ടുണ്ട്. മൃതദേഹം സൂക്ഷിച്ച ടെന്റ് കൂടി പൊളിച്ച് മൃതദേഹം അവിടെ നിന്ന് ബലമായി മാറ്റാൻ തന്നെയാണ് പോലീസിന്റെ നീക്കം. ഈ ഉദ്യോഗസ്ഥരെ അടക്കം ചർച്ചയിൽ നിന്ന് മന്ത്രിമാർ വിലക്കുന്നുവെന്ന് മാത്യു കുഴൽനാടൻ MLA ആരോപിച്ചതിന് തൊട്ട് പിന്നാലെയാണ് പോലീസ് അവിടെ നടപടി തുടങ്ങിയത്. തമ്പടിച്ചിരുന്ന പ്രവർത്തകരെ നീക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ പ്രവർത്തകർക്ക് എത്തിയ ടെന്റ് ബലമായി പോലീസ് നീക്കുന്നു. അതിനെ പ്രതിരോധിക്കാൻ പ്രവർത്തകർ ശ്രമിക്കുന്നു. ഈ പോലീസുകാരുമായി സംഘർഷത്തിലേർപ്പെടുന്ന പ്രവർത്തകരെ ഓരോരുത്തരായി പോലീസ് വാഹനത്തിലേക്ക് കസ്റ്റഡിയിലെടുത്ത് മാറ്റുന്നു. ഇപ്പോൾ ഡീൻ കുര്യാക്കോസ് MP അടക്കം പോലീസുകാരോട് സംസാരിക്കുന്ന, വാക്കേറ്റത്തിലേർപ്പെടുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മാത്യു കുഴൽനാടൻ MLA, ഡീൻ കുര്യാക്കോസ് MP, DC അധ്യക്ഷൻ അടക്കമുള്ളവർ അവിടെയുണ്ട്. അങ്ങനെ പോലീസുകാരുമായി ശ്രീകാന്ത്, പോലീസ് ബലമായി മൃതദേഹം മാറ്റാൻ, അതുവഴി പ്രവർത്തകരെ കസ്റ്റഡിയെടുത്ത് നീക്കി രംഗം ശാന്തമാക്കാൻ ശ്രമിക്കുന്ന രംഗം നമ്മൾ കണ്ടു. അതോടുകൂടി തന്നെ മാത്യു കുഴൽനാടൻ MLA, ഡീൻ കുര്യാക്കോസ് MP, എൽദോസ് കുന്നപ്പള്ളി അടക്കമുള്ള ജനപ്രതിനിധികൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? പോലീസുമായി ജനപ്രതിനിധികളും വാക്കേറ്റത്തിൽ ഏർപ്പെടുകയാണോ? അനുനയത്തിലുള്ള ശ്രമമാണോ നടക്കുന്നത്?
അനുനയ ശ്രമത്തിന്റെ സമയമൊക്കെ കഴിഞ്ഞു. നിലവിലിപ്പോൾ കാണാൻ സാധിക്കുന്നത് പോലീസ് അല്പം ബലം പ്രയോഗിക്കുന്ന ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസിന്റെ നേതാക്കൾ, കോൺഗ്രസിന്റെ UDF-ന്റെയും വിവിധ നേതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ ബലം പ്രയോഗിച്ച് നീക്കുകയാണ് പോലീസ് ഇപ്പോൾ ചെയ്യുന്നത്. അനുനയത്തിന്റെ സമയം അവസാനിച്ചു. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലീസ് അല്പം ബലം പ്രയോഗിക്കുന്നതാണ്. അവരുടെ ഭാഗത്തുനിന്ന് ലാത്തിച്ചാർജോ മറ്റു കാര്യങ്ങളോ ഉണ്ടാകുന്നില്ല. പക്ഷേ നേതാക്കൾക്ക് നേരെ ബലം പ്രയോഗിക്കുന്നുണ്ട്. അവരെ ഒഴിവാക്കിക്കൊണ്ട് ഈ മൃതദേഹം ഇവിടുന്ന് നീക്കം ചെയ്യുക, അതിനുവേണ്ടിയാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള ശ്രമം നടക്കുന്നത്. ദൃശ്യങ്ങളിലൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നത് ഓരോ നേതാക്കളെയായി, ഓരോ പ്രവർത്തകരെയായി കസ്റ്റഡിയിലെടുത്ത് നീക്കുന്ന ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. കോൺഗ്രസിന്റെ, യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ നേതാക്കളെ കസ്റ്റഡിയിലെടുത്ത് നീക്കുന്ന ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. രാവിലെ ഏതാണ്ട് 5 മണിക്കൂർ പിന്നിടുന്നു ഈ പ്രതിഷേധം ഇവിടെ തുടങ്ങിയിട്ട്. ഇത്രയും നേരം പോലീസ് സംയമനം പാലിച്ചു നിന്നു. ഇപ്പോൾ അവരുടെ ഭാഗത്തു നിന്നും ഒരല്പം കടുത്ത നടപടിയിലേക്ക് മാറുന്നു. MLA-മാരും ജനപ്രതിനിധികൾ സംസാരിക്കുന്നുണ്ട് പോലീസുമായി. പക്ഷേ ഈ ഘട്ടത്തിൽ അതിനെത്രത്തോളം സാധ്യതയുണ്ട് എന്നറിയില്ല. ശ്രീകാന്ത് പറഞ്ഞതുപോലെ 5 മണിക്കൂറായി ഇന്ന് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ദിരയുടെ മൃതദേഹവുമായി കോതമംഗലത്ത് നഗരത്തിൽ പ്രതിഷേധിച്ച പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് നീക്കി മൃതദേഹം തിരിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. വലിയ സംഘർഷ സാധ്യത നിലവിൽ അവിടെയുണ്ട്. എന്നിരുന്നാലും പോലീസ് ഇപ്പോൾ ലാത്തി വീശിയിട്ടില്ല. ബലപ്രയോഗം തുടരുന്നു. ഈ അനുനയത്തിന് തയ്യാറാകാത്ത അല്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുന്ന ഓരോ പ്രവർത്തകരെയും കസ്റ്റഡിയിലെടുത്ത് നീക്കുന്നു. അതോടൊപ്പം ജനപ്രതിനിധികളടക്കം പ്രശ്നപരിഹാരത്തിന് അല്ലെങ്കിൽ പോലീസുമായി വാക്കേറ്റത്തിൽ ഏർപ്പെടുന്നു. വീണ്ടും ഒരു സംഘർഷ സാധ്യത അവിടെ ഉണ്ടായെന്ന് മനസ്സിലാക്കുന്നു. പ്രവർത്തകരെ കൂടുതൽ പേരെയായി കസ്റ്റഡിയിലെടുത്ത് നീക്കുകയാണ്. ഇന്ന് രാവിലെ ആയിരുന്നു ഭർത്താവിനായ കൃഷി. ഇപ്പോൾ ശ്രീകാന്ത്, ഇപ്പോൾ ഒന്നും കൂടി സംഘർഷ സാധ്യത ഉയർന്നിട്ടുണ്ടോ? അവിടെ ഇപ്പൊ എന്താണ് സംഭവിക്കുന്നത്? കൂടുതൽ പ്രവർത്തകർ കസ്റ്റഡിയിലെടുത്ത് നീക്കുകയാണോ? നിലവിലിപ്പോൾ കൂടുതൽ പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് നീക്കുകയാണ്. ഓരോരുത്തരെയായി പോലീസ് ഇപ്പോൾ ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുക്കുന്ന ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. 5 മണിക്കൂറിലേറെയായി തുടരുന്ന പ്രതിഷേധം, കോതമംഗലം നഗരത്തിൽ മൃതദേഹവുമായി തുടരുന്ന പ്രതിഷേധം, മന്ത്രിമാരെത്തണം അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥരെത്തണം എന്ന ആവശ്യവുമായി തുടരുന്ന പ്രതിഷേധം. ആ പ്രതിഷേധം ഏറ്റവും ഒടുവിൽ മന്ത്രി എത്തിയില്ല, ഉന്നത ഉദ്യോഗസ്ഥർ എത്തിയില്ല. പോലീസ് ഇപ്പോൾ മൃതദേഹം ഏറ്റെടുക്കാൻ ഒരുങ്ങുന്നു. നേതാക്കളെയും ജനപ്രതിനിധികളെയും അതോടൊപ്പം തന്നെ പ്രവർത്തകരെയും കസ്റ്റഡിയിലെടുത്ത് നീക്കുന്നു. ദൃശ്യങ്ങളിൽ കാണാം, ഓരോരുത്തരെയായി ബലപ്രയോഗത്തിലൂടെ പോലീസ് നീക്കുന്ന ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. നേതാക്കളെ അടക്കമാണ് ബലപ്രയോഗത്തിലൂടെ പോലീസ് ഇപ്പോൾ നീക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും പോലീസിന്റെ ഭാഗത്തു നിന്നും കടുത്ത നടപടിയിലേക്ക് പോലീസ് കിടക്കുന്നു. നേതാക്കളെ അടക്കം കസ്റ്റഡിയിലെടുക്കാനുള്ള ശ്രമങ്ങൾ പോലീസ് തുടർന്നു. കടുത്ത പോലീസ് നടപടി. DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ്, അതോടൊപ്പം തന്നെ മാത്യു കൊള്ളനാട് MLA എന്നിവരെ അടക്കം ഒഴിവാക്കി നിർത്തി അവരെ ഇത്രയും പേരെ മുഴുവൻ പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് എടുത്തു മാറ്റി നിർത്തി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് നീക്കുകയാണ്. ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ മൃതദേഹം സൂക്ഷിച്ചിരുന്ന ആ പെട്ടി ഇതാ പോലീസ് ഇപ്പോൾ പിടിച്ചെടുക്കുന്നു. വലിയ പ്രതിഷേധം ഉയരുന്നു. പ്രതിഷേധം വകവയ്ക്കാതെ പോലീസ് അത് പിടിച്ചെടുക്കാൻ നോക്കുന്നു. നാടകീയമായ രംഗങ്ങൾ കോതമംഗലം നഗരത്തിൽ ഈ കാണുന്നത് നാടകീയമായ രംഗങ്ങൾക്കാണ് കോതമംഗലം നഗരം സാക്ഷ്യം വഹിക്കുന്നത്. പോലീസിന്റെ ഭാഗത്തുനിന്നും ബലപ്രയോഗം, കടുത്ത നടപടി, ജനപ്രതിനിധികളും പ്രവർത്തകരും അതിശക്തമായി എതിർക്കുന്നു. അതിശക്തമായ എതിർപ്പ് ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. ഓരോരുത്തരെ കസ്റ്റഡിയിലെടുത്ത് നീക്കുന്നു. ഈ ദൃശ്യങ്ങൾ കാണാം. പോലീസ് മൃതദേഹം വീണ്ടെടുക്കുന്നതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ കാണാം. ആ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. അതിനാടകീയമായ രംഗങ്ങൾ കാണാം. ഇപ്പോൾ ഇന്ദിരയുടെ മൃതദേഹം പോലീസ് ബലമായ ആശുപത്രിയിലേക്ക് തന്നെ നീക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനാടകീയമായ രംഗങ്ങൾ കാണുന്നു. മൃതദേഹത്തിന് പുറത്തടക്കം ആളുകൾ തടിച്ചുകൂടി അത് നീക്കാൻ അനുവദിക്കാത്ത രീതിയിൽ പ്രതിഷേധം കനപ്പിക്കുന്നു. ഇപ്പോൾ പോലീസ് പൂർണ്ണമായും മൃതദേഹം അവരുടെ മാറ്റുകയാണല്ലേ? തീർച്ചയായും ഈ മൃതദേഹവുമായി പോലീസ് ഉദ്യോഗസ്ഥർ പോകുന്ന ദൃശ്യങ്ങളാണ് ഈ കാണാൻ സാധിക്കുന്നത്.
മൃതദേഹവുമായി പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ പോകുന്നു. അല്പസമയത്തിനകം ഇത് ആശുപത്രിയിലേക്ക് മാറ്റും. ആശുപത്രിയിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടപടികളടക്കം പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഈ മൃതദേഹവുമായി പോകുന്നത്. പൂർണ്ണമായും മൃതദേഹം പോലീസിന്റെ കസ്റ്റഡിയിലായി കഴിഞ്ഞു. ആംബുലൻസ് എത്തുന്നു. മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. പ്രതിഷേധക്കാരെ ബലപ്രയോഗത്തിലൂടെ മാറ്റി പോലീസ് മൃതദേഹം ഏറ്റെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റുന്നു. ഏതാണ്ട് 5-6 മണിക്കൂർ നീണ്ട പ്രതിഷേധം. അതേ, മരിച്ചിട്ടും പ്രതിഷേധിക്കേണ്ടി വരുന്നൊരു ജനത. രാവിലെ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ത്യയുടെ മൃതദേഹം പോലീസ് പ്രതിഷേധക്കാരിൽ നിന്ന് ബലമായി എടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. പ്രതിഷേധക്കാർ ഉന്നയിച്ച ആവശ്യങ്ങളൊന്നും അനുനയമുണ്ടാക്കാതെ, തീരുമാനമുണ്ടാക്കാതെ ഫോഴ്സ് ഉപയോഗിച്ച് ബലം പ്രയോഗിച്ച് ഇന്ത്യയുടെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റുന്നു. പ്രതിഷേധിച്ച ജനപ്രതിനിധികളെ അടക്കം പ്രവർത്തകരെ അടക്കം കസ്റ്റഡിയിലെടുത്തുകൊണ്ട് പ്രശ്നപരിഹാരത്തിനൊരു സാധ്യതയുടെ വാതിലുകളും തുറക്കാതെ ബലം പ്രയോഗിച്ച് മൃതദേഹം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടപടിയിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നേര്യമംഗലത്ത് മണിക്കൂറുകളായി യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം അതിന്റെ അവസാന മണിക്കൂറിൽ അവസാന മിനിറ്റുകൾ വലിയ സംഘർഷത്തിലേക്ക് നീങ്ങി. ഒടുക്കം പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് നീക്കി പോലീസ് ബലം പ്രയോഗിച്ച് മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നേര്യമംഗലത്ത് അതിനാടകീയമായ രംഗങ്ങൾക്കാണ് ഇന്ന് സാക്ഷ്യം വഹിച്ചത്. ഇപ്പോൾ ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, ഇവരാവശ്യപ്പെട്ട ഒരൊറ്റ ആവശ്യങ്ങളിലും ഒരു പരിഗണന കൊടുക്കാതെ, അവരുടെ ആവശ്യങ്ങൾ കേൾക്കാതെ ബലം പ്രയോഗിച്ച് പ്രതിഷേധം അവസാനിപ്പിച്ചതായി നമുക്ക് കണക്കാക്കാനാകുമോ? കോതമംഗലം നഗരത്തിൽ ഏതാണ്ട് 5-6 മണിക്കൂറായി നിന്നിരുന്ന പ്രതിഷേധം, ആ പ്രതിഷേധക്കാരൊക്കെ തന്നെ ഇവിടെയുണ്ട്. കുറേ അധികം പേരെ കസ്റ്റഡിയിലെടുത്ത് മാറ്റിയിട്ടുണ്ട് പോലീസ്. പക്ഷേ ഇവിടെ നിന്നും മൃതദേഹം പോലീസ് ഇപ്പോൾ മാറ്റി. അത് ഇൻക്വസ്റ്റ് നടപടികളുണ്ട്, അത് പൂർത്തിയാക്കണം. പോസ്റ്റ്മോർട്ടം നടപടികളുണ്ട്, അത് പൂർത്തിയാക്കണം. മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകണം. ആ നടപടികളിലേക്ക് കടക്കാനാണ് പോലീസ് ഇപ്പോൾ തീരുമാനിച്ചത്. മൃതദേഹവുമായി പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ആശുപത്രിയിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. അല്പസമയത്തിനകം ഈ ഇൻക്വസ്റ്റ് നടപടികളും പോസ്റ്റ്മോർട്ടം നടപടികളും പൂർത്തിയാക്കി മൃതദേഹം വിട്ടു നൽകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ നടപടികളിലേക്ക് പോലീസ് നീങ്ങിയിരിക്കുന്നു. വലിയ പോലീസ് സന്നാഹം കോതമംഗലം നഗരത്തിൽ രാവിലെ മുതൽ തന്നെ നിലയുറപ്പിച്ചിരുന്നു. കാരണം കോൺഗ്രസിന്റെയും കോൺഗ്രസ് നേതാക്കളുടെയും ഒക്കെ ഭാഗത്തുനിന്നും കനത്ത പ്രതിഷേധമാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ ഈ മൃതദേഹവുമായി നേര്യമംഗലത്തേക്ക് എത്തുമ്പോൾ അവിടെയും വലിയ തോതിൽ പ്രതിഷേധത്തിന് സാധ്യതയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴും ഈ കോതമംഗലം നഗരത്തിൽ നിന്നും പ്രതിഷേധക്കാർ പിരിഞ്ഞു പോയിട്ടില്ല. അവരെ കസ്റ്റഡിയിലെടുത്ത് നീക്കുന്ന നടപടികളിലേക്കാണ് ഇപ്പോഴും പോലീസ് ശ്രദ്ധയൂന്നുന്നത്. രാവിലെ ബന്ധുക്കളടക്കം മൃതദേഹവുമായി പ്രതിഷേധത്തിന് അവിടെ ഉണ്ടായിരുന്നു. തീർച്ചയായും അവരുടെ ബന്ധുക്കളടക്കം പ്രതിഷേധ സ്ഥലത്തുണ്ടായിരുന്നു. അതിലൊരാളെ കസ്റ്റഡിയിലെടുത്ത് നീക്കാൻ പോലീസിന്റെ ഭാഗത്തുനിന്നും ശ്രമമുണ്ടായി. ഒരാളെ കസ്റ്റഡിയിലെടുത്ത് വാഹനത്തിനുള്ളിലേക്ക് കയറ്റുകയും ചെയ്തു. പക്ഷേ അപ്പോഴേക്കും പോലീസിനോട് അയാൾ താൻ ബന്ധുവാണ് എന്ന കാര്യം ബോധ്യപ്പെടുത്തി. അങ്ങനെ അയാളെ പോലീസ് ആ വാഹനത്തിൽ നിന്നും ഇറക്കി വിടുകയും ചെയ്തു. ബാക്കി ഈ സമരത്തിന് നേതൃത്വം നൽകിയ ഒട്ടുമിക്ക ആളുകളെയും ഇപ്പോൾ കസ്റ്റഡിയിലെടുക്കുകയാണ് പോലീസ്. 2 വാഹനങ്ങളിലായി പോലീസ് ഈ പ്രതിഷേധക്കാരെ നീക്കം ചെയ്യുന്നുണ്ട്. കോതമംഗലം നഗരത്തിൽ ഇപ്പോഴും വലിയ പോലീസ് സന്നാഹം ക്യാമ്പ് ചെയ്യുന്നുണ്ട്. നേരത്തെ ഇവർ ആവശ്യപ്പെട്ട കാര്യം ജില്ലാ കളക്ടർ ഇവിടെ എത്തണം എന്നുള്ളതാണ്. ജില്ലാ കളക്ടർ ഈ സ്ഥലത്തേക്ക് എത്തിയിരുന്നു. പക്ഷേ ഒരു തരത്തിലുള്ള ചർച്ചയും ജില്ലാ കളക്ടറുമായി നടന്നില്ല എന്നുള്ളതാണ് വസ്തുത. 2 മന്ത്രിമാർ ആരെങ്കിലും ഇവിടെ എത്തണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള ഒരു മന്ത്രിമാരും ഇവിടേക്ക് എത്തിച്ചേർന്നിരുന്നില്ല. ഈ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണുന്നത് മാത്യു കുഴൽനാടൻ MLA നേരത്തെ പറഞ്ഞത് ഈ പ്രശ്നത്തിൽ ചർച്ചയ്ക്ക് തയ്യാറായ ഉദ്യോഗസ്ഥരെ മന്ത്രിമാരടക്കം വിലക്കിയെന്ന ആരോപണം, അത് പറഞ്ഞതിന് പിന്നാലെയാണ് പോലീസ് നടപടി തുടങ്ങിയത്. മൃതദേഹം അവിടെ നിന്ന് കൊണ്ടുപോയി. തുടർന്ന് ഈ പ്രതിഷേധം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനായിരിക്കും കോൺഗ്രസിന്റെ UDFന്റെ ആലോചന? അത്തരത്തിൽ പ്രതിഷേധക്കാർ ഇപ്പോഴും അവിടെ തുടരുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. മൃതദേഹം ഇല്ലെങ്കിലും ഈ പ്രതിഷേധം അതേപോലെ വീണ്ടും ഊർജ്ജസ്വലതയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണോ അവരുടെ നീക്കം? തൽക്കാലം പോലീസുമായി സഹകരിക്കാൻ തീരുമാനമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കണം, പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കണം, ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകണം. അനിശ്ചിതമായി ഈ നഗരത്തിൽ ഇങ്ങനെ വെച്ച് പ്രതിഷേധിക്കാൻ സാധിക്കില്ല. നിയമപരമായ തടസ്സങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ തന്നെ പോലീസ് നേതാക്കളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ മൃതദേഹം ഇല്ലാതെ തന്നെ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് നേതാക്കൾ നേരത്തെ തന്നെ അറിയിച്ചതാണ്. നേര്യമംഗലത്ത് ഈ കാട്ടാനയുടെ ആക്രമണം നടന്ന സ്ഥലത്ത് വലിയ തോതിൽ ആളുകൾ സംഘടിക്കുന്നുണ്ട്. അവിടെ ഇന്ന് വൈകുന്നേരം പ്രതിഷേധമുണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്.
മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കുന്ന ഘട്ടത്തിലും ഒരുപക്ഷെ പ്രതിഷേധത്തിനുള്ള സാധ്യതയുണ്ട്. തൽക്കാലം ഈ വിഷയത്തിൽ മന്ത്രിമാരടങ്ങുന്ന സംഘം കൃത്യമായ മറുപടി നൽകാതെ ഒരു തരത്തിലും ഈ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്നാണ് നേതാക്കൾ പറയുന്നത്. പക്ഷേ ഈ മൃതദേഹം തൽക്കാലം പോലീസ് ബലപ്രയോഗത്തിലൂടെയാണെങ്കിൽ പോലും വീണ്ടെടുത്തിരിക്കുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു. ശ്രീകാന്തായിരുന്നു വിവരങ്ങൾ നൽകിയത്. നേരത്തെ പറഞ്ഞതുപോലെ 5-6 മണിക്കൂറോളം ഈ കോതമംഗലത്തെ അതിനാടകീയമായ രംഗങ്ങൾക്കൊടുവിൽ പ്രതിഷേധത്തിന് അഴിവ് വന്നിരിക്കുന്നു. ഇന്ദിരയുടെ മൃതദേഹമായി പോലീസ് തുടർ നടപടിക്രമങ്ങൾക്കായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. രാവിലെയോടെയായിരുന്നു ഭർത്താവിന് ഭക്ഷണം കൊണ്ടുപോകാൻ പോയ വയോധികയെ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അങ്ങനെ ഒരു ജനതയുടെ ആത്മവൈകാരികത അത് പ്രകടമാകുന്ന പ്രതിഷേധം കൂടിയായിരുന്നു. ഏതാണ്ട് ഒരു മാസം മുമ്പ്, ഒരാഴ്ചകൾക്ക് മുമ്പ് മാത്രമാണ് മൂന്നാറിൽ സുരേഷ് കുമാർ എന്ന ഓട്ടോ ഡ്രൈവർ മരിച്ചത്. അതിനു മുമ്പ് ലക്ഷ്മണൻ, അജീഷ്, പോൾ, അങ്ങനെ ഈ ഒരു വർഷം തന്നെ 2024 തന്നെ കാട്ടാനക്കുരുതിയിൽ എണ്ണമറ്റാത്ത ജനങ്ങൾ അങ്ങനെ പെരുകി പട്ടിക പെരുകുന്ന ഘട്ടത്തിലും നിസ്സംഗത തുടരുന്ന അധികാരി വർഗത്തിനെതിരെയുള്ള പ്രതിഷേധം കൂടിയായിരുന്നു ഇന്ന് നമ്മൾ കണ്ടത്, ഇന്ന് പ്രേക്ഷകർ കണ്ടത്. ആ പ്രതിഷേധം അത് അതേപോലെ തുടരുകയാണ്. മൃതദേഹവുമായി ഇൻക്വസ്റ്റ് നടപടികൾക്കായി പോലീസ് പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. തുടർന്ന് അങ്ങോട്ടും ഈ വിഷയത്തിൽ സമാനമായ രീതിയിൽ പ്രതിഷേധം തുടരുക തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. ജനപ്രതിനിധികളടക്കം വലിയ പ്രവർത്തക കൂട്ടായ്മ അടക്കമുണ്ടായിരുന്ന പ്രതിഷേധത്തിന് കോതമംഗലത്ത് ഇപ്പോൾ അല്പം ആശ്വാസം വന്നിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീകാന്ത് തുടരുന്നു. ശ്രീകാന്ത്, ഇനിയിപ്പോൾ സ്വാഭാവികമായ നടപടിക്രമമായി വരാനുള്ള പോസ്റ്റ്മോർട്ടം സംസ്കാരം അടക്കമുള്ള കാര്യങ്ങളാണ്. അതിനപ്പുറത്തേക്ക് നഷ്ടപരിഹാര ആവശ്യം, ഈ കാട്ടാനാക്രമണത്തിൽ ശാശ്വത പരിഹാരം. കാരണം ഈ മൂന്നാറിൽ ഒരാഴ്ച മുമ്പാണ് സുരേഷ് കുമാർ എന്ന ഓട്ടോ ഡ്രൈവർ മരിച്ചത്. അങ്ങനെ വയനാട്ടിൽ 3 മരണങ്ങൾ. ഈ പട്ടിക നീളുന്നതിനോടൊപ്പം നിസ്സംഗരായി ഈ അധികാരി വർഗ്ഗങ്ങൾ അല്ലെങ്കിൽ സർക്കാർ നിൽക്കുന്ന ആരോപണം നേരിടുന്ന ഘട്ടത്തിൽ എന്തൊക്കെയായിരിക്കും തുടർന്ന് അങ്ങോട്ട് പ്രതിഷേധത്തിന്റെ സ്വഭാവം? എന്ത് പ്രതിരോധമായിരിക്കും CPM അടക്കമുള്ളവർ മുന്നോട്ട് വെക്കാൻ പോകുന്നത്? നിലവിൽ തൽക്കാലം ആദ്യഘട്ടം എന്ന നിലയിൽ ഈ പോസ്റ്റ്മോർട്ടം ആ നടപടി പൂർത്തിയാക്കുക എന്നുള്ളതായിരിക്കും ആദ്യഘട്ടത്തിൽ ചെയ്യുന്നത്. പിന്നീട് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അതിനുശേഷം സംസ്കാരമടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകും. അക്കാര്യത്തിലൊക്കെ ഇനി വ്യക്തത വരേണ്ടിയിരിക്കുന്നു. പക്ഷേ ഈ പ്രതിഷേധം അവസാനിപ്പിക്കാൻ തയ്യാറല്ല എന്നാണ് ജനപ്രതിനിധികൾ അടക്കമുള്ളവർ ഇപ്പോഴും പറയുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിൽ, ഈ അടിമാലി ഈ സംഭവം നടന്ന മേഖലയിൽ ഏതാണ്ട് ഒരു 5 പഞ്ചായത്തുകളിൽ കാട്ടാനശല്യം അതിരൂക്ഷമാണ്. ഇന്ന് രാവിലെ ഒരാൾ കൂടി മരിച്ച പശ്ചാത്തലത്തിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് അവരുടെ തീരുമാനം. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയാൽ അവിടെയും പ്രതിഷേധത്തിനുള്ള സാധ്യത കാണുന്നുണ്ട്. അവിടെയും ആളുകൾ വലിയ തോതിൽ സംഘടിക്കുന്നുണ്ട് എന്നുള്ള വിവരമാണ് കിട്ടുകയും ചെയ്യുന്നത്. അതിനാൽ തന്നെ ഈ വിഷയത്തിനൊരു ശാശ്വത പരിഹാരമാകാതെ പിന്നോട്ടില്ല എന്നാണ് ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നേര്യമംഗലത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ വയോധിക കൊല്ലപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത്. മരിച്ചയാളുടെ മൃതദേഹവുമായി തെരുവിലേക്ക് ഇറങ്ങി പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലത്തോടെയുള്ള സമരം എന്നല്ല, ഇത് ഒരു ജനകീയ പ്രതിഷേധമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത്രത്തോളം കാട്ടാനയുടെയും ഒപ്പം തന്നെ മറ്റു വന്യമൃഗങ്ങളുടെയും ആക്രമണത്തിൽ പൊറുതിമുട്ടിയ ഒരു കൂട്ടം ജനങ്ങളുടെ പ്രതിഷേധം എന്ന് തന്നെ ഇതിനെ പറയേണ്ടിയിരിക്കുന്നു. അല്പം നാളുകൾക്ക് മുൻപാണ് മൂന്നാറിൽ ഒരു ഓട്ടോ ഡ്രൈവർ സമാനമായ രീതിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അങ്ങനെ നോക്കുമ്പോൾ വലിയ ഭീതിയിലാണ് അവിടുത്തെ ജനങ്ങൾ കഴിയുന്നത്. ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന ഒരു പ്രതികരണത്തിലേക്കാണ് പോകുന്നത്. കാട്ടാനയുടെ ആക്രമണത്തിൽ നേര്യമംഗലത്ത് വയോധിക കൊല്ലപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധമാണ് അവിടെ ഉണ്ടാകുന്നത്. ഇപ്പോൾ മണിക്കൂറുകളോളം ഈ പ്രതിഷേധം നീളുന്നു എന്നാണ് കാഴ്ചകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിലാണ് മൃതദേഹവുമായി കോതമംഗലത്ത് നടുറോഡിൽ വലിയ പ്രതിഷേധമുണ്ടായത്. അവരുടെ പ്രധാന ആവശ്യം കളക്ടർ സ്ഥലത്തെത്തണം, ഒപ്പം തന്നെ വനം മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തണം. ഇവരുടെ ഭാഗത്ത് നിന്ന് ഈ ജനങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കണം എന്നുള്ള ആവശ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. വനം മന്ത്രി എത്തിയേ തീരൂ എന്നാണ് പ്രതിഷേധക്കാർ മുൻപ് അറിയിച്ചിരുന്നത്. എന്നാൽ പോലീസ് ഇടപെട്ട് ഇപ്പോൾ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുന്നതിനായും ഒപ്പം പോസ്റ്റ്മോർട്ടം നടപടികൾക്കുമായി തിരികെ മൃതദേഹം കൊണ്ടുപോയിട്ടുണ്ട്. ശ്രീകാന്ത് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ശ്രീകാന്ത്, അവിടെ പ്രതിഷേധം അവസാനിച്ചിട്ടുണ്ട്, എന്നാൽ ആളുകൾ
പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല അല്ലെ? പ്രതിഷേധം അവസാനിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മൃതദേഹം പോലീസിന്റെ നേതൃത്വത്തിൽ തിരികെ കൊണ്ടുപോയിട്ടുണ്ട്. എന്താണ് വിവരങ്ങൾ? ഞാൻ ഇങ്ങനെ ബോയിലിങ്ങനെ കൊണ്ടുപോകല്ലേ എന്റെ പെങ്ങളാന്ന് പറഞ്ഞ് പിടിച്ചോണ്ടിരിക്കുകയാണ്. അന്നേരം അവരെന്റെ കയ്യെ പിടിച്ച് വലിച്ച് കൈ രണ്ട് ഭയങ്കര വേദന. ഒരാൾ അവിടുത്തെ കൈ എന്നോട് വെച്ചിങ്ങനെ അമ്മക്ക് പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാം ഞാൻ കൈ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്ന കയ്യെ പിടിച്ചിങ്ങനെ വലിച്ച് ഇങ്ങനെ തുണിക്കൂത്തിനും പിടിച്ച് വലിച്ച് എന്റെ പേര് സുരേഷ്. രാഹുലേ, ശ്രീകാന്ത് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. ശ്രീകാന്ത്, നിലവിൽ പ്രതിഷേധത്തിനൊരു അവസാനമായിട്ടുണ്ടോ? ശ്രീകാന്ത്, കേൾക്കാമോ? കാട്ടാനയുടെ ആക്രമണത്തിൽ നേര്യമംഗലത്ത് വയോധിക കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. മൃതദേഹവുമായി എത്തി കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. പോലീസിനെ പോലും മറികടന്നാണ് ഇവർ മൃതദേഹവുമായി നടുറോഡിലേക്ക് ഇറങ്ങിയത്. തുടർന്ന് ഈ പ്രതിഷേധം പോലീസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം തണുപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അതിന് ഒരു ഫലമുണ്ടായില്ല. പിന്നീട് പോലീസുകാർ ബലം പ്രയോഗിച്ചാണ് ഇപ്പോൾ ഈ മൃതദേഹം നടു റോഡിൽ നിന്ന് മറ്റു നടപടികൾ പൂർത്തിയാക്കുന്നതിനായി ഇവിടെ നിന്നും കൊണ്ടുപോകുന്നത്. ഈ ഭാഗത്തെ ജനങ്ങൾ വലിയ ആശങ്കയിലാണ്. പ്രത്യേകിച്ച് തുടർച്ചയായി ഉണ്ടാകുന്ന കാട്ടാന ആക്രമണം, ഒപ്പം മറ്റ് വന്യജീവി ആക്രമണത്തിലൊക്കെ വലിയ ആശങ്കയിലാണ് ആ സ്ഥലത്തെ ജനങ്ങൾ. അതുകൊണ്ട് തന്നെ അവർക്ക് വനം മന്ത്രിയുടെയും മറ്റ് അധികൃതരുടെയും ഭാഗത്തു നിന്ന് ഉറപ്പ് ലഭിക്കണം. തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ലഭിക്കുമെന്ന ഉറപ്പ് വേണമെന്നാണ് അവിടുത്തുകാരുടെ ആവശ്യം. ശ്രീകാന്ത് ചേരുന്നുണ്ട്. ശ്രീകാന്തിന് കേൾക്കാമെന്ന് ഞാൻ കരുതുന്നു. ശ്രീകാന്ത്, നിലവിലെ സാഹചര്യം എന്താണ്? തീർച്ചയായും ഇപ്പോൾ ഇവിടെ പ്രതിഷേധത്തിനൊരു അയവ് വന്നിട്ടുണ്ട്. നിലവിൽ ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. എങ്കിലും ഈ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്നുള്ളതാണ് അല്പസമയം മുമ്പ് സംസാരിച്ച ജനപ്രതിനിധികൾ അടക്കമുള്ളവർ ചൂണ്ടിക്കാണിച്ചത്. ഈ പോലീസ് നടപടിക്കിടെ ഒരാൾക്ക് പരിക്കേറ്റിരുന്നു. ഈ മരിച്ച ഇന്ദിരയുടെ ബന്ധുവിനാണ് പരിക്കേറ്റത്. മരിച്ച ഇന്ദിരയുടെ സഹോദരനാണ്. ഈ പോലീസ് നടപടിക്കെതിരെ പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹത്തിനെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനുള്ള തയ്യാറെടുപ്പുകളിലാണ് കുടുംബം ഇപ്പോഴും ഉള്ളത്. നേരത്തെ ഈ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ ജനപ്രതിനിധികൾ അടക്കമുള്ളവർ ഇപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം ഈ പ്രതിഷേധം തൽക്കാലം അവസാനിപ്പിക്കില്ല എന്നുള്ളതാണ്. പ്രതിഷേധവുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ്. മൃതദേഹം വൈകുന്നേരം വീട്ടിലേക്ക് എത്തിക്കുമ്പോൾ അവിടെയും സമാനമായ രീതിയിൽ ജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതും. അവിടെയും പോലീസിന്റെ വലിയ സന്നാഹം ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. തൽക്കാലം പോലീസിനെ ആശ്വസിക്കാം. അതായത് വലിയ തോതിലുള്ള പ്രതിഷേധം അരങ്ങേറി ഏതാണ്ട് 6 മണിക്കൂറിലെ അധികം സമയം ഈ കോതമംഗലം നഗരത്തിൽ പ്രതിഷേധം തന്നെയായിരുന്നു. പിൻവാങ്ങാൻ പ്രതിഷേധം തയ്യാറായില്ല. ഒപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും സംയമനം പാലിച്ചു നിന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ അവരുടെ ഭാഗത്തു നിന്നും കടുത്ത നടപടിയുണ്ടായി. ബലം പ്രയോഗിച്ച് പ്രതിഷേധക്കാരെ മാറ്റി. ഒടുവിൽ മൃതദേഹം വീണ്ടെടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആ മരിച്ച ഇന്ദിരയുടെ സഹോദരൻ ഇവിടെ പോലീസ് നടപടിക്കെതിരെ പരിക്കേറ്റു എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നേരത്തെ പോലീസ് നടപടി ഉണ്ടായപ്പോൾ പരിക്കേറ്റു എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായത്. അദ്ദേഹത്തെയാണ് ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. വലിയ നാടകീയമായ സംഭവങ്ങളാണ് ഈ കോതമംഗലം നഗരത്തിൽ കാണാൻ സാധിച്ചത്. രാവിലെ ഇന്ദിര ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നു. നേരെ കോതമംഗലം ആശുപത്രിയിലേക്ക്, താലൂക്ക് ആശുപത്രിയിലേക്ക് മൃതദേഹം എത്തിക്കുന്നു. നേതാക്കളൊക്കെ തന്നെ ഈ സ്ഥലത്തേക്ക് എത്തുന്നു. തുടർന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ അടക്കം തടഞ്ഞുകൊണ്ട് ഉന്നത ഉദ്യോഗസ്ഥരോ മന്ത്രിമാരടക്കമുള്ളവരോ എത്തണമെന്ന്
അവരാവശ്യപ്പെടുന്നു. ഏറ്റവും ഒടുവിൽ പോലീസിന്റെ ബലപ്രയോഗം വേണ്ടി വന്നു. പോലീസ് ബലം പ്രയോഗിച്ച് മൃതദേഹം നീക്കി. നിലവിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീകാന്ത്, ഇവിടുത്തുകാരുടെ പ്രധാന ആവശ്യം ഇവർക്ക് ഈ വന്യജീവികളുടെ ആക്രമണത്തിൽ നിന്ന് സംരക്ഷണം വേണം, അതിന് വനം മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം നേരിട്ടെത്തണമെന്നുള്ളതാണ്. ഈ ആവശ്യത്തിൽ നിന്ന് ഇവർ ഒരു തരിയെങ്കിലും പിന്നോട്ട് പോകുന്നുണ്ടോ? ആ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട മറ്റ് പ്രതിഷേധങ്ങളിലേക്ക് ഇവർ കടക്കാൻ തയ്യാറാകുന്നില്ലേ? ഏത് തരത്തിലായിരിക്കും ഇനിയുള്ള പ്രതിഷേധങ്ങൾ? ഇതിലൊരു കാര്യം എടുത്തു പറയാനുള്ളത്, ഈ മൃതദേഹം ഒരു തരത്തിലും അധിക സമയം ഇവിടെ പ്രതിഷേധത്തിന്റെ ഭാഗമായി വയ്ക്കാൻ സാധിക്കില്ല. അതൊരു നിയമപരമായ തടസ്സം പോലും അക്കാര്യത്തിലുണ്ട്. അത് പോലീസ് ആദ്യഘട്ടത്തിൽ തന്നെ പ്രതിഷേധക്കാരെ അറിയിച്ചിരുന്നു. അതിൽ നിയമപരമായ തടസ്സങ്ങൾ ഈ വിഷയത്തിലുണ്ട്. ആ തടസ്സം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മൃതദേഹം വിട്ടു നൽകണം എന്ന് പോലീസ് ആവശ്യപ്പെട്ടത്. പക്ഷേ മന്ത്രിമാർ ആരെങ്കിലും ഇവിടേക്ക് എത്തിച്ചേരണം എന്ന ആവശ്യത്തിൽ പ്രതിഷേധക്കാർ ഉറച്ചു നിന്നു. ഇടയ്ക്ക് കളക്ടർ എത്തിയിരുന്നു, പക്ഷേ അദ്ദേഹവുമായി ചർച്ച സാധ്യമായില്ല. ശേഷം പോലീസ് കടുത്ത നടപടിയിലേക്ക് കടന്നു. ബലപ്രയോഗത്തിലൂടെ മൃതദേഹം ഏറ്റെടുത്തു. അതിപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം കൊണ്ടുപോയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികളായിരിക്കും, ശേഷമായിരിക്കും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നത്. തൽക്കാലം ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾക്കും തയ്യാറല്ല എന്നാണ് പ്രതിഷേധക്കാർ അറിയിക്കുന്നത്. അത് തുടരുമെന്നവർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ശ്രീകാന്ത്, അതോടൊപ്പം തന്നെ ഈ ബന്ധുക്കൾ മറ്റെന്തെങ്കിലും ആവശ്യം ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ? ഇന്ന് രാവിലെ മരിച്ച ഇന്ദിരയുടെ ഭർത്താവിനോട് സംസാരിച്ചിരുന്നു രാമകൃഷ്ണൻ. അദ്ദേഹം പറയുന്നത്, ഈ എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലായിരിക്കണം. മന്ത്രിമാരടക്കമുള്ള ആരെങ്കിലും ഇവിടേക്ക് എത്തിച്ചേരണം. അവരുടെ സാന്നിധ്യത്തിൽ മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കാവൂ എന്നാണ് ഇന്നിപ്പോൾ അദ്ദേഹം രാവിലെ നമ്മളോട് ചൂണ്ടിക്കാണിച്ചത്. വനം വകുപ്പുമായി സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല. വനം വകുപ്പ് CCFുമായി വരെ സംസാരിച്ചതാണ്. പക്ഷേ അവിടെ നിന്നും ഫെൻസിങ് നടത്തുന്നതിനോ ഫ്രഞ്ച് സ്ഥാപിക്കുന്നതിനോ പോലും അവരുടെ ഭാഗത്തുനിന്ന് നടപടികൾ ഉണ്ടായില്ല. അതിനാൽ വനം വകുപ്പിന്റെ ഭാഗത്ത് ഒരു നീതിയും പ്രതീക്ഷിക്കുന്നില്ല. ഉന്നത ഉദ്യോഗസ്ഥർ, ഒപ്പം തന്നെ മന്ത്രി, വനം മന്ത്രി തന്നെ നേരിട്ടെത്തണം. ഇതാണ് അവരുടെ ആവശ്യം. ശ്രീകാന്താണ് കോതമംഗലത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഈ സംഭവം നടന്ന നേര്യമംഗലത്ത് നിന്ന് രാഹുൽ വിജയൻ കൂടി ചേരുന്നുണ്ട്. രാഹുൽ, ഈ ഭാഗത്തെ ജനങ്ങളെ സംബന്ധിച്ച് അവർ വലിയ ആശങ്കയിലും ഒപ്പം തന്നെ ഭയത്തിലുമായിരിക്കും കഴിയുക. ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ ഇതിപ്പോൾ അടുപ്പിച്ച് രണ്ടാമത്തെ ആളുടെ ജീവനാണ് നഷ്ടമാകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇനി അങ്ങോട്ട് എന്താണ് ആ നാട്ടിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അവർ ഏത് തരത്തിലുള്ള പ്രതിഷേധമാണ് മുന്നോട്ട് വയ്ക്കുന്നത്? ഒപ്പം തന്നെ ഈ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്കും ഒപ്പം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം എപ്പോഴായിരിക്കും ബന്ധുക്കൾക്ക് വിട്ടു നൽകുക? പ്രവിത, കഴിഞ്ഞ 2 മാസത്തിനിടെ ഇടുക്കിയിൽ 5 പേരാണ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അതൊരു ഭയാനകമായ ഒരു കണക്ക് തന്നെയാണ്. 5 പേർ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെടുക എന്ന് പറഞ്ഞാൽ നിസാര കണക്കല്ല. അതിന്റെ ഒരു പ്രതിഷേധം സ്വാഭാവികമായിട്ടും ഉണ്ടാകും. മൂന്നാറിൽ നമ്മൾ കണ്ടതാണ്. ഒരാഴ്ച മുമ്പാണ് സുരേഷ് കുമാർ എന്ന ആൾ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ ഇന്ന് സ്വന്തം പറമ്പിൽ കൃഷിയിടത്തിൽ കൂവ വിളവെടുക്കുന്നതിനിടയിലാണ് ഒറ്റക്കൊമ്പനെത്തി 70 വയസ്സുകാരിയെ ക്രൂരമായി കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിന്റെ പ്രതിഷേധമാണ് നമ്മളിപ്പോൾ ഇവിടെ ഈ നേര്യമംഗലത്തും കാണുന്നത്. നിലവിൽ ഇപ്പോൾ ഈ BJPയുടെ നേതൃത്വത്തിലാണ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധം ഇവിടെ നടക്കുന്നത്. ഇതിനുശേഷം നാട്ടുകാരുടെ പൊതുവായിട്ടുള്ള ഒരു പ്രതിഷേധവും ഇവിടെ ഉണ്ടാകും. ഇവിടെയും മൃതദേഹം വെച്ചുകൊണ്ടുള്ള പ്രതിഷേധം ഉണ്ടാകും എന്നുള്ളതാണ് നാട്ടുകാർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളത്. നിലവിൽ ഇത്രയും വൈകിയതുകൊണ്ട് തന്നെ മൃതദേഹം ഇതുവരെ പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയിട്ടില്ല. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടത്താൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. പോലീസ് അക്കാര്യത്തിൽ ഒരു വ്യക്തത തന്നിട്ടുമില്ല. കാരണം ഇത്രയും നേരം നമുക്കറിയാം, സ്വാഭാവികമായിട്ടും കോതമംഗലത്തെ അതിന്റെ പശ്ചാത്തലത്തിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കാണുകയും ചെയ്തതാണ്. 5 മണിക്ക് മുമ്പ് പോസ്റ്റ്മോർട്ടത്തിനായി മോർച്ചറിയിലേക്ക് കയറ്റി പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം മാറ്റിയെങ്കിൽ മാത്രമേ ഇന്നത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുകയുള്ളൂ. അതിന് മുമ്പായിട്ട് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതെപ്പോൾ കഴിയുമെന്നുള്ള കാര്യത്തിൽ അറിയത്തില്ല. ഒരു പക്ഷേ കോതമംഗലം താലൂക്ക് ആശുപത്രിയിലാണ് ഇൻക്വസ്റ്റ് നടപടികൾ പോസ്റ്റ്മോർട്ടം നടക്കുന്നതെങ്കിൽ ഒരുപക്ഷെ ഇന്ന് തന്നെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അല്ല, കളമശ്ശേരിയിലാണ് പോസ്റ്റ്മോർട്ടം നടക്കുകയെങ്കിൽ ഇന്ന് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാനുള്ള ഒരു സാധ്യത ഇല്ല എന്നുള്ളതാണ്
ഇവിടുത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ നമ്മളോട് വ്യക്തമാക്കുകയും ചെയ്തു. എന്തായാലും പ്രതിഷേധത്തിന് ഒരു കുറവുമില്ല. നേരിമംഗലത്തും വലിയ തരത്തിലുള്ള പ്രതിഷേധം, ജനങ്ങളുടെ പ്രതിഷേധം, രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ച് പ്രതിഷേധിക്കുന്നു. അങ്ങനെ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഈ നേരിമംഗലം മേഖല ഒരു വനത്തോട് ചേർന്നൊരു പ്രദേശമാണെങ്കിൽ പോലും അതൊരു വലിയ ജനവാസ മേഖലയാണ്. നേരത്തെ ഇവിടെ കാട്ടാന ശല്യം, അതൊരു 4 വർഷം മുമ്പാണ് ഇവിടെ ഒരു കാട്ടാന ശല്യം ഇത്രയും രൂക്ഷമാകുന്നത്. അതുവരെ ഇത്രയും വലിയ ഒരു അളവിലേക്ക് കാട്ടാന ശല്യം പോയിരുന്നില്ല. ആളുകളുടെ ജീവനെടുത്ത് ഒരു സാഹചര്യം ഇതുവരെ ഉണ്ടായിരുന്നില്ല. ഈ കാട്ടാന ശല്യം പലപ്പോഴായിട്ട് ഫോറസ്റ്റിനെ അറിയിച്ചിരുന്നു. പക്ഷേ അതിലൊന്നും ഒരു നടപടി അല്ലെങ്കിൽ അതൊരു വേണ്ടത്ര രീതിയിൽ ആ ഒരു പരാതിയെ പരിഗണിച്ചില്ല. ആ പരാതി പരിഗണിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഇന്ദിരയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞേനെ എന്നുള്ളത് നാട്ടുകാർ പറയുന്നുണ്ട്. കാരണം ഈ വനാതിർത്തിയോട് ചേർന്ന് ഫെൻസിങ്ങുകളൊന്നും തന്നെ ഈ പ്രദേശത്ത് സ്ഥാപിച്ചിട്ടില്ല. ഫെൻസിംഗ് ഉണ്ടായിരുന്നെങ്കിൽ കാട്ടാന ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് തടയാൻ കഴിയും. ഉള്ള ഫെൻസിംഗ് ആട്ടെ അത് ഒന്നും പ്രവർത്തനം ഉള്ളവയുമല്ല, പ്രവർത്തനരഹിതമാണ് എല്ലാ ഫെൻസിംഗ്. മാത്രമല്ല വലിയ കിടങ്ങുകൾ നിർമ്മിച്ചിരുന്നെങ്കിൽ കാട്ടാനകൾ വരുന്നത് തടയാൻ കഴിയും. അങ്ങനെ ഒരു RRT സംഘത്തിൻ്റെയെങ്കിലും സേവനം ഇവിടെ കാര്യക്ഷമമായിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഈ ഒരു മരണം ഉണ്ടാകില്ലായിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 2 ദിവസം മുമ്പ് ഇവിടെ കാട്ടാനക്കൂട്ടം നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന്റെ തൊട്ട് താഴെ എപ്പോഴും 24 മണിക്കൂറും കാട്ടാനകൾ ഉള്ള സ്ഥലമെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ കാട്ടാനകളുള്ള സ്ഥലത്ത് ഫോറസ്റ്റിന്റെ ഒരാൾ പോലും ഉദ്യോഗസ്ഥരാരും തന്നെ ഇവിടെ ഇല്ല എന്നുള്ളത് വളരെ കഷ്ടമുള്ള കാര്യമാണ്. 2 ദിവസം മുമ്പ് ഇവിടെ കാട്ടാന ഇറങ്ങിയിട്ടുണ്ട്, കാട്ടാനക്കൂട്ടമുണ്ട് എന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിളിച്ചറിയിച്ചപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് നാട്ടുകാർക്ക് കിട്ടിയ മറുപടി ഈ RRT സംഘത്തിന് അല്ലെങ്കിൽ വാച്ചർമാർക്ക് എത്താൻ വേണ്ടി, ആനയെ തുരത്താൻ വരാൻ വേണ്ടി വാഹനമില്ല എന്നുള്ള മറുപടിയാണ് ലഭിച്ചത്. അങ്ങനെയെങ്കിൽ അത് വളരെ കഷ്ടമുള്ള സാഹചര്യമാണ് വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം. അത് പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ്. കാരണം ഈ നാട്ടിലെ ആളുകളുടെ ജീവന് വില കിട്ടണമെങ്കിൽ ഈ ആനകളെയൊക്കെ വനത്തിൽ തന്നെ നിർത്തണം. അതിനുവേണ്ട നടപടി വനം വകുപ്പ് സ്വീകരിക്കേണ്ടതാണ്. അതിനുള്ള സംവിധാനങ്ങൾ വനം വകുപ്പിന് ഉണ്ടാവേണ്ടതുമാണ്. എന്തായാലും ഇന്ന് ഈ സമയം വരെ ഈ സംഭവം നടന്ന സ്ഥലത്ത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ആരും തന്നെ എത്തിയിട്ടില്ല എന്നുള്ളത് നിരാശാജനകമായ കാര്യമാണ്. ഇന്ന് രാവിലെ ഈ 9 മണിയോടുകൂടി ഇന്ദിര കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നു. വനം വകുപ്പിനെ നാട്ടുകാർ വിവരം അറിയിക്കുന്നു. പക്ഷെ ആ സ്ഥലത്തേക്ക് ആന പോയോ ഇല്ലയോ എന്നറിയാൻ പോലും ഒരു വാച്ചർമാർ പോലും വനംവകുപ്പിന്റെ എത്തിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരുപാട് നേരം ഈ പ്രദേശത്ത് ഈ സംഭവം നടന്ന കാട്ടാനാക്രമണം നടന്ന പ്രദേശത്ത് ഒരുപാട് നേരം ഈ ഒറ്റക്കൊമ്പൻ തമ്പടിച്ച് നിൽപ്പുണ്ടായിരുന്നു. പിന്നീട് നാട്ടുകാരാണ് ബഹളം വെച്ചതിനെ നേരിമംഗലം വനമേഖലയിലേക്ക് കടത്തിവിടുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ വനംവകുപ്പിന്റെ ഭാഗത്തുണ്ടായ വീഴ്ച അത് നിസാരമല്ല, അത് വലിയ വീഴ്ചയാണ്. നാട്ടുകാരുടെ പ്രതിഷേധത്തിന്റെ കനം കൂട്ടുന്നതും അത് തന്നെയാണ്, വനംവകുപ്പിന്റെ നിസ്സംഗത തന്നെയാണ്. എന്തായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് നിലവിൽ ഇപ്പോൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ചേട്ടാ, ഇവിടെ ഈ കാട്ടാന ശല്യം സ്ഥിരമായിട്ടുള്ളതല്ലേ? നിങ്ങൾ ഈ പരാതികൾ നമ്മൾ നേരത്തെയും ഈ ചേട്ടൻ തന്നെ നമ്മളോട് പരാതി പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ 24 ന്യൂസിലുണ്ടായിരുന്ന ഇതിൻ്റെ ഫെൻസിങ്ങിനെ കുറിച്ച് വളരെ ഗൗരവമായിട്ട് പരാതിപ്പെട്ടതാണ്. ആ പരാതിപ്പെട്ടതനുസരിച്ച് ഇപ്പോൾ ഫോറസ്റ്റുകാർ നമ്മളെ ഏൽപ്പിച്ച് ഞാനത് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ദേവിയാർ മുതൽ ഈ ദേവീക്ഷേത്രം വരെയുള്ള ഭാഗത്ത് ഞാൻ ഓപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ട് അവിടെ ആന ഇറങ്ങുന്നില്ല. ബാക്കി ദേവിയാറിൻ്റെ കിഴക്കേ ഭാഗത്താണ് ഇപ്പോൾ. ഫോറസ്റ്റുകാർക്ക് എന്താ എവിടെ അവരുടെ ഡ്യൂട്ടിയിൽ നിന്ന് ശമ്പളം മേടിക്കാന്നുള്ളതാണ്. അല്ല, അവർ ശരിക്കും ഇതിനെ കുറിച്ച് പ്രതികരിക്കുക. ഇതാണ് അവസ്ഥ. ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സോളാർ ഫെൻസിംഗ് ഉണ്ട്, അത് നാട്ടുകാർ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ആ ഭാഗത്തേക്ക് ആനയില്ല. അല്ലാത്ത സ്ഥലത്ത് കാട്ടാന ശല്യം അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ എന്തായാലും ഈ നേരിമംഗലത്തും തുടരുന്നത്. ശരി രാഹുലിലേക്ക് തന്നെ മടങ്ങിയെത്താം. അതിനു മുൻപ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രതികരണത്തിലേക്ക് കൂടി കടക്കുകയാണ്. നേരിമംഗലത്ത് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വയോധികയുടെ മൃതദേഹം മോർച്ചറിയിൽ നിന്ന് കൊണ്ടുപോയ സംഭവത്തെ വിമർശിച്ച് മന്ത്രി പി രാജീവ്. ഇൻക്വസ്റ്റ് നടപടികൾക്കിടെ മൃതദേഹം കൊണ്ടുപോയത് തെറ്റായ സന്ദേശം നൽകും. ഇത്തരം നടപടികൾ വെച്ചുപൊറുപ്പിക്കാൻ കഴിയില്ല. ജനപ്രതിനിധികൾ നിയമവ്യവസ്ഥയെ മാനിക്കണമെന്നും പി രാജീവ് പറഞ്ഞു. അവിടെ സംഭവിച്ച ചില കാര്യങ്ങൾ വളരെ ഗൗരവമുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ജനങ്ങൾക്ക് പൊതുവികാരമുണ്ടാകും, കുടുംബാംഗങ്ങൾക്കുണ്ടാകും. അവിടെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം കളക്ടറായിട്ട് സംസാരിച്ചിരുന്നു. കളക്ടർ ഇപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. SP മറ്റു ഉദ്യോഗസ്ഥർ അവിടെയുണ്ട്. ഇൻക്വസ്റ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ മോർച്ചറിക്കകത്ത് കയറി ജനപ്രതിനിധികൾ, MLA ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ കയറി ബോഡി ബലമായി പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നു എന്നുള്ളത് അത് വളരെ ഗൗരവമായ സംഗതിയാണ്. നിങ്ങളുടെ വീഡിയോയിൽ തന്നെ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നു. അപ്പോൾ നമ്മളൊരു ജനപ്രതിനിധികൾ ഇത്തരം സന്ദർഭങ്ങളിൽ അത് പക്വമായി കൈകാര്യം ചെയ്ത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവർ ഏറ്റെടുക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഒരു മോർച്ചറിക്കകത്ത് ഒരു
മനുഷ്യന്റെ ഒരു ശരീരം കിടക്കുമ്പോൾ അത് ഡോക്ടർമാർ അത് പോലീസ് ഇൻക്വസ്റ്റ് ഇറങ്ങി പോസ്റ്റ്മോർട്ടത്തിലേക്ക് പോകുന്നു. സ്വാഭാവികമായിട്ട് ഇത്തരം സന്ദർഭത്തിൽ പോസ്റ്റ്മോർട്ടം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ കുടുംബത്തിനും മറ്റു കാര്യങ്ങൾക്കും പോസ്റ്റ്മോർട്ടം പ്രധാനപ്പെട്ടതാണ്. അവിടെ കയറി അത് ബോഡി എടുത്തുകൊണ്ട് പോവുക. അപ്പൊ കുടുംബാംഗങ്ങൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആശുപത്രിയിൽ തന്നെയാണ്. അവരിതിന്റെ കൂടെ പോയിട്ടില്ല. അവർ ആശുപത്രിയിലാണ്. ദേവികുളം MLA ആശുപത്രിയിലുണ്ട്, കോതമംഗലം MLAയും ആശുപത്രിയിലുണ്ട്. ആ തുടർ നടപടികൾ സർക്കാർ സ്വീകരിച്ച കാര്യങ്ങൾ അവർ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇനി കളക്ടറും SP-യും അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തും. പോലീസ് നടപടിക്കെതിരെ കൊല്ലപ്പെട്ട ഇന്ദ്രിയുടെ ബന്ധുക്കൾ രംഗത്തെത്തി. പ്രതിഷേധത്തിനിടെ പോലീസ് മർദ്ദിച്ചുവെന്ന് ഇന്ദ്രിയുടെ സഹോദരൻ പറഞ്ഞു. അവരിവിടെ പിടിച്ച് വലിച്ച് പറിച്ച് ഞാൻ ഇങ്ങനെ ബോളിങ്ങനെ കൊണ്ടുപോകല്ലേ എൻ്റെ പെങ്ങളാന്ന് പറഞ്ഞ് പിടിച്ചോണ്ടിരിക്കുകയാണ്. അന്നേരം അവരെൻ്റെ കയ്യെ പിടിച്ച് വലിച്ച് കൈ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുകയാണ്. എൻ്റെ കയ്യെ പിടിച്ച് ഇങ്ങനെ വലിച്ച് ഇങ്ങനെ തുണിക്കൂത്തിന് പിടിച്ചവിടെ പിടിച്ച് വലിച്ച് എൻ്റെ പേര് സുരേഷ്.